അപ്പോഴേ ഇന്ന് ഞാനുള്ളത് തേക്കടിയിലാണ്. ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമെന്നാണ് ഇന്നത്തെ പ്ലാന്. അപ്പോൾ ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ എലിഫന്റ് ക്യാമ്പിലെ ആനപ്പുറത്തുള്ള ഒരു സവാരി ഗിരിഗിരിയാണ്. അപ്പോൾ അതിനു മുന്നേ തേക്കടിയിലെത്തിയാൽ നമുക്ക് താമസിക്കാൻ പറ്റിയ ഒരു ഹോം സ്റ്റേ ഞാൻ പരിചയപ്പെടുത്തി. വൈൽഡ് വിൻഡോ ഫോറസ്റ്റ് വ്യൂ ഹോം സ്റ്റേ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഈ കാണുന്ന ബോർഡിലുണ്ട്. അപ്പോൾ ഈ ഹോം സ്റ്റേ എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ കണ്ടോ, ഈ കാണുന്ന പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിനോട് ചേർന്നാണ്. കൊള്ളാം അല്ലേ? വനത്തിൻ്റെ മനോഹാരിതയൊക്കെ ആസ്വദിച്ച് വന്യമൃഗങ്ങളെയൊക്കെ കണ്ട് നമുക്കിവിടെ താമസിക്കാവുന്നതാണ്. കുമളി ടൗണിൽ നിന്നും തേക്കടി റോഡിലേക്ക് കയറി ഏകദേശം 1.5 കിലോമീറ്റർ മാറിയാണ് ഈ ഹോം സ്റ്റേ ഉള്ളത്. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് കയറി വരണം ഇങ്ങോട്ടേക്ക്. ഈ ഒരു ഹോം സ്റ്റേയിൽ 5 റൂമുകളാണുള്ളത്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ചെക്ക് ഇൻ വരുന്നത്. രാവിലെ 11 മണിക്ക് ചെക്കൗട്ട് വരും. ഫുഡ് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല, അതൊക്കെ നമ്മൾ പുറത്തു പോയി കഴിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് റൂമൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏറ്റവും മുകളിലത്തെ റൂമാണ്. അങ്ങനെ സ്റ്റെപ്പുകളൊക്കെ കയറി മുകളിലെത്തി മുന്നിൽ ചെറിയൊരു ബാൽക്കണി പോലെയുണ്ട്. അവിടെ 2 ചെയറും ഒരു ടേബിളും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. റൂമിന് അകത്തേക്ക് കയറുമ്പോൾ ഇങ്ങനെയാണ് റൂം. 2 പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന റൂമാണ്. ഞങ്ങൾ 3 പേരുള്ളത് കൊണ്ട് എക്സ്ട്രാ ഒരു ബെഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു TV വെച്ചിട്ടുണ്ട്. അത്യാവശ്യം സ്പേസ് ഉള്ള നല്ല റൂമാണ് കേട്ടോ. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇതിപ്പോൾ ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തിട്ട് ചെക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ ആണ്. അതുകൊണ്ടാണ് ബെഡൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് കിട്ടുമ്പോൾ നല്ല അടിപൊളി കുട്ടപ്പനാക്കിയാണ് തരുന്നത്. പിന്നെ ഇനിയുള്ളത് ബാത്റൂമാണ്. അതും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിൽ പോയി നിന്നിട്ട് കാടിൻ്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കാം. അപ്പോൾ ബാൽക്കണിയിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിൻ്റെ ഇങ്ങനത്തെ ഒരു വ്യൂ ഒക്കെ കിട്ടും കേട്ടോ. ഇവിടെ എപ്പോഴും നല്ല കാറ്റ് വീശും കേട്ടോ. നല്ല രാത്രിയിലൊക്കെ കിടക്കുമ്പോഴത്തേക്ക് നല്ല സൗണ്ടാണ് കാറ്റിൻ്റെ. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വന്യമൃഗങ്ങളെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റും. ആന, മാന്, മ്ലാവ്, സിംഹവാലൻ കുരങ്ങ്, വേഴാമ്പല് തുടങ്ങിയവയൊക്കെ ഇവിടെ വരാറുണ്ട് കേട്ടോ. ഞങ്ങൾ രാത്രി ലേറ്റായിട്ട് വന്നതുകൊണ്ടും രാവിലെ ലേറ്റായിട്ട് എണീറ്റതുകൊണ്ടും പ്രത്യേകിച്ചൊന്നിനെയും കണ്ടില്ല. പിന്നെ സിംഹവാലൻ കുരങ്ങിനെ രാവിലെ കണ്ടിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ ഏറെ നേരം ഈ റൂമിൽ തന്നെ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതിനെയൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ ഇവിടെ ഈ ബാൽക്കണിയിലിരുന്ന് കിളികളുടെ കൊഞ്ചലും കളകളനാദങ്ങളും കാറ്റും ഒക്കെ കൊണ്ട് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയൊരു പ്ലേസ് ആണ് കേട്ടോ ഈ വൈൽഡ് വിൻഡോ എന്ന ഹോം സ്റ്റേ. പിന്നെ ഇതിനരികിലൂടെയുള്ള ഈ കാണുന്ന വഴികളിലൂടെയൊക്കെ നമുക്ക് രാവിലെ ഒന്ന് ജോഗിങ് ഒക്കെ ചെയ്യാം കേട്ടോ. ഫോറസ്റ്റിനകത്തേക്കൊന്നും കയറാൻ പറ്റില്ല. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ കേസാകും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കുക. എവിടെ വരെ നടക്കാം, എങ്ങോട്ട് കയറാൻ പാടില്ല എന്നൊക്കെ ഇവിടെ ഉള്ളവരോടോ അല്ലെങ്കിൽ ഈ ഹോം സ്റ്റേ നടത്തുന്ന ആൾക്കാരോടോ ഒക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നടക്കാൻ ഇറങ്ങാൻ. അപ്പം ഞങ്ങൾ 3 പേർക്കും കൂടി 2000 രൂപയാണ് റൂമിൻ്റെ ചാർജ് വന്നത്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. ഇവിടെ കാടിൻ്റെ ഓരത്ത് ഇങ്ങനെ ഒരു താമസ സൗകര്യം പറ്റുന്നവരൊക്കെ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പ്ലാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ എലിഫന്റ് ക്യാമ്പിലേക്ക് പോയിട്ട് ആനപ്പുറത്തൊന്ന് കയറുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ എലിഫന്റ് ക്യാമ്പിലെത്തി. ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടുന്നാണ് എലിഫന്റ് സഫാരിക്കും തേക്കടി ബോട്ടിങ്ങിനും ഓഫ് റോഡ് ജീപ്പ് സഫാരിക്കും എല്ലാമുള്ള ടിക്കറ്റ് കിട്ടുന്നത്. ഇവിടെയുള്ള എല്ലാ മെയിൻ ടൂറിസം ആക്ടിവിറ്റികളുടെയും ടിക്കറ്റ് കൗണ്ടർ ഇതാണ് കേട്ടോ. അങ്ങനെ ആനപ്പുറത്ത് കയറാനുള്ള ടിക്കറ്റ് എടുത്തു. 500 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. 20 മിനിറ്റ് ഇവിടെയുള്ള ഈ ഏലക്കാടിന് ഇടയിലൂടെ ഒരു ആന സവാരി, അതിനാണ് ഈ 500 രൂപ മേടിക്കുന്നത്. എൻ്റെ കൂടെയുള്ള 2 ചങ്ങാതിമാരും കയറണോ വേണ്ടോ എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ്. അവരുടെ മുഖം കണ്ടാൽ അറിയാൻ 2 പേർക്കും പേടി ഒട്ടുമില്ല എന്നുള്ളത്. എനിക്ക് പിന്നെ പണ്ടേ പേടിയില്ലല്ലോ. അങ്ങനെ നമുക്ക് പോകാനുള്ള ആനതെ കുണുങ്ങി വരുന്നുണ്ട്. ഈ എലോൺ മസ്കിൻ്റെ ടെസ്ലയുടെ ഡ്രൈവറില്ലാ കാറ് പോലെ പാപ്പാനൊന്നും അടുത്തില്ലെങ്കിലും കറക്റ്റ് സ്ഥലത്ത് വന്ന് നമ്മളെ പിക്ക് ചെയ്തോളും. അതൊക്കെ വെൽ ട്രെയിൻഡ് ആണ് കേട്ടോ. അങ്ങനെ ഇനി ആനപ്പുറത്ത് കയറാൻ പോവുകയാണ്. സകല ധൈര്യവും സംഭരിച്ച് ഏറ്റവും മുന്നിൽ ഞാൻ തന്നെ കയറിയിരുന്നു. കയറാനൊന്നും വലിയ പാടില്ലെങ്കിലും കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആകപ്പാടെ ഒരു അങ്കലാപ്പ്. പുറകെ കൂടെയുള്ള ബാക്കി 2 എണ്ണം കൂടി ചാടി കയറി. ആനയ്ക്ക് വലിയ ഭാവവ്യത്യാസമൊന്നും കണ്ടില്ല. ഞങ്ങൾ കയറിയത് അറിഞ്ഞോ ആവോ. അങ്ങനെ ഇല്ലാത്ത ധൈര്യം പാപ്പാൻ്റെ കയ്യിൽ നിന്നും കടം വാങ്ങി സവാരി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ മതിയെന്നായി. കാരണം വല്ലാത്ത കുലുക്കോ ആട്ടോ ഒക്കെ, ഒരു ബാലൻസ് കിട്ടുന്നില്ല. താഴെ വീഴുമോ എന്നുള്ള ഒരു ഭയം.
അങ്ങനെ കടം വാങ്ങിയ ധൈര്യത്തിൽ നിന്ന് കുറേശ്ശെ എടുത്ത് രണ്ടും കൽപ്പിച്ച് അള്ളിപ്പിടിച്ചങ്ങിരുന്നു. ഇതിന്റെ പുറത്തു നിന്നും കാണാൻ വീണാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പാപ്പാൻ ക്യാമറയും പിടിച്ചങ്ങ് മുന്നിൽ പോയി, പുറകെ ഞങ്ങൾ 4 കുണുവാവുകളും. സത്യത്തിൽ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. പേടിയുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും. ഇരിക്കാനുള്ള ആ ഒരു ബാലൻസിങ്ങിൻ്റെ പ്രശ്നമേ ഉള്ളൂ. അതൊന്ന് ബാലൻസായി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ പേടി തോന്നില്ല. പാപ്പൻ ചേട്ടൻ ഇടയ്ക്കിടെ ഞങ്ങളെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനിവിടെ ഉണ്ട്, ധൈര്യമായിട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൻ്റെ കൂടെ തന്നെ എലിഫന്റ് ഷവറിങ്ങും ബാത്തിങ്ങും ഒക്കെയുള്ള പാക്കേജുകളുണ്ട് കേട്ടോ. അതിന് 1000-1500 രൂപ വരും ഒരാൾക്ക്. അതിൽ ഈ ഒരു എലിഫന്റ് റൈഡും പിന്നെ ആന നമ്മളെ കുളിപ്പിക്കും, തുമ്പിക്കൈയിൽ വെള്ളം എടുത്ത് നമ്മുടെ ദേഹത്തേക്ക് ഒഴിക്കും, പിന്നെ നമുക്ക് വേണേൽ ആനയെ കുളിപ്പിക്കാം. അങ്ങനത്തെ പല കലാപരിപാടികളുണ്ട് ഇവിടെ. അപ്പം നിങ്ങൾക്ക് വേണ്ട ആക്ടിവിറ്റീസൊക്കെ കൗണ്ടറിൽ പോയി ചോദിച്ച് മനസ്സിലാക്കി എടുക്കുക. പിന്നെ നിങ്ങൾ തേക്കടി സന്ദർശിക്കുകയാണെങ്കിലുണ്ടല്ലോ, ഈ ഒരു സഫാരി ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു റൈഡ് തന്നെയാണിത്. അപ്പോൾ ആനയുടെ പുറത്തിരുന്നിട്ടുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നല്ല ഹൈറ്റിലെല്ലാം കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഉത്സവപ്പറമ്പിലൊക്കെ കാണുമ്പോൾ ആ ആനയെ നമ്മൾ താഴെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നിസ്സാരമായിട്ട് തോന്നും. അതിൻ്റെ പുറത്തിരിക്കുന്ന പാപ്പാന്മാരുടെ അവസ്ഥയും ഈ തിടമ്പൊക്കെ പിടിച്ചിരിക്കുന്ന തിടമ്പിൻ്റെ വെയിറ്റ്, ഇതിൻ്റെ മണ്ടയിലിരിക്കാനുള്ള ബാലൻസിങ് എല്ലാം കൂടെ നല്ല പാടായിരിക്കും. നമ്മൾ വെറുതെ ഇരുന്നിട്ട് തന്നെ ഇതിൽ നിന്ന് എങ്ങനെയും ഒന്ന് ഇറങ്ങിയാൽ മതി എന്നാണ്. അപ്പം മണിക്കൂറുകളിരിക്കുന്ന അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ ആനപ്പുറത്തേറി രാജകീയമായിട്ട് പേടിച്ച് പറച്ചിങ്ങനെ പോവുകയാണ് കേട്ടോ. പുറകിലിരിക്കുന്നവന്മാർക്ക് വലിയ കുഴപ്പമില്ല. ഫ്രണ്ടിലിരിക്കുന്നവർക്ക് ആനയുടെ ഈ തലയും റോഡും എല്ലാം നല്ലപോലെ കാണാവുന്നത് കൊണ്ട് പേടി ഒരിത്തിരി കൂടും. കണ്ടോ, ആനയും തലഭാഗവും അതിലെ കുറ്റി രോമങ്ങളും ചെവിയും കഴുത്തിൽ കിടക്കുന്ന ചെങ്ങലയും കുണുങ്ങിയുള്ള ആ നടത്തവും, അങ്ങനെ ആകെക്കൂടി ഒരു ആന ചന്തമാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. കണ്ടോ, നല്ല കുലുക്കമുണ്ട്. ക്യാമറയിൽ നോക്കണോ ആനയെ നോക്കണോ എന്ന കൺഫ്യൂഷനാണ്. ആനയെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, നമ്മൾ പറഞ്ഞാൽ അതൊട്ട് കേൾക്കത്തുമില്ല. അതുകൊണ്ട് മിണ്ടാണ്ടിരുന്നേക്കാം. ഇനി നമ്മളായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം കുലുക്കി താഴെ ഇടാൻ. ചില മരങ്ങളൊക്കെ വരുമ്പോൾ അതിനോട് ചേർന്നാണ് നടക്കുന്നത്. നമ്മുടെ കാൽ അതിൽ പോയി തട്ടുമെന്ന് പേടിച്ചെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഈ കവുങ്ങിൽ അങ്ങ് തൂങ്ങി നിരങ്ങി ഇറങ്ങിയാലോ എന്ന് വരെ ഇടയ്ക്കൊന്ന് വിചാരിച്ചു. എന്തൊക്കെ പറഞ്ഞാലും വന്യമൃഗമല്ലേ, എങ്ങാനും മൂഡ് സ്വിങ്സ് ഉണ്ടായാലോ. ആ കാണുന്നിടത്താണ് എലിഫന്റ് ഷവർ ഏരിയ. എലിഫന്റ് ബാത്ത് ഒക്കെ നടത്തേണ്ടവർക്ക് അവിടെയാണ് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഏകദേശം ഒരു 15-20 മിനിറ്റത്തെ റൈഡ് കഴിഞ്ഞ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ എത്താറായിട്ടുണ്ട് കേട്ടോ. മുമ്പ് ഒരു തവണ ഇവിടെ എലിഫന്റ് റൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അന്ന് ഇത്ര പേടിയൊന്നുമില്ലായിരുന്നു. അന്ന് വൈഫിനൊപ്പമായിരുന്നു ആനപ്പുറത്ത് കയറിയത്. ഇതിലും വലുതിനി എന്ത് പേടിക്കാനാണെന്ന ചിന്തയായിരിക്കണം അന്ന് ആനയെ പേടി തോന്നാഞ്ഞത്. അങ്ങനെ നമ്മൾ നമ്മുടെ റൈഡ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമുക്ക് മുന്നേ പോയ ആനകളൊക്കെ അതേ ഫോട്ടോ എടുക്കാനായിട്ട് ഇവിടെ നിൽപ്പുണ്ട്. നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആനകളാണ് കേട്ടോ എല്ലാം. അവിടെ ആളുകൾ റൈഡ് കഴിഞ്ഞിട്ട് ആനയുടെ കൂടെ നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്നുണ്ട്. തുമ്പിക്കൈ പൊക്കിയും തലയിൽ വെച്ചും ഒക്കെ പോസ് തരും കേട്ടോ. അങ്ങനെ ഒരുവിധം ശ്വാസം അടക്കി പിടിച്ച് 20 മിനിറ്റത്തെ റൈഡിന് ശേഷം ആനപ്പുറത്ത് നിന്ന് ചാടി ഇറങ്ങി ഓടി. ഇനി ഇതിൻ്റെ കൂടെ നിന്നുള്ള ഫോട്ടോഷൂട്ടാണ് അടുത്ത പരിപാടി. അങ്ങനെ വീണ്ടും ധൈര്യം സംഭരിച്ച് ഫോട്ടോ എടുക്കാൻ പോയി. ഒരിത്തിരി അകലം പാലിച്ച് നിന്നപ്പോൾ പാപ്പാൻ പിടിച്ച് ചേർത്തങ്ങ് നിർത്തി. അങ്ങനെ അവിടെ നിന്ന് എന്തൊക്കെയോ കോപ്രായം കാണിച്ച് ചമ്മി നാറി ജീവനും കൊണ്ടോടി. അവിടെ നിൽക്കുന്നവർക്കൊക്കെ ചിരിക്കാനുള്ള ഒരു വക ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ മൃഗങ്ങളൊക്കെ അറ്റാക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഒരുപാട് വരുന്നത് കൊണ്ടാവാം എന്തോ ഒരു ഉൾഭയം. പണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. പത്രം എടുത്താലും ന്യൂസ് കണ്ടാലും ഫോൺ നോക്കിയാലും ആന ചവിട്ടിക്കൊന്നതിൻ്റെ പുലി പിടിച്ചതിൻ്റെ ഒക്കെ ന്യൂസുകളാണ് എപ്പോഴും കേൾക്കുന്നത്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇപ്പോൾ ഒരു പേടി മനസ്സിലിങ്ങനെ നിൽക്കുന്നത്. അതുപോട്ടെ. അപ്പോൾ ഇനി അടുത്ത പരിപാടി തുമ്പിക്കൈ തലയിൽ വെക്കലാണ്. സത്യം പറഞ്ഞാൽ വലിയൊരു പാറ എടുത്ത് തലയിൽ വെച്ചാൽ എങ്ങനെ ഇരിക്കും ആ ഒരു ഫീലാണ് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഇത് വെച്ച് ചെറിയൊരു തട്ട് കിട്ടിയാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ഫുൾ നെഗറ്റീവ് തന്നെയാണല്ലോ. ആനയ്ക്ക് ചായയും പരിപ്പൂടയും കഴിക്കാൻ ഒരു 100 രൂപ തുമ്പിക്കൈയിൽ വെച്ച് കൊടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു. ഇവിടെ തന്നെ കളരിപ്പയറ്റും കഥകളിയും ഒക്കെ കാണാനുള്ള അവസരമുണ്ട് കേട്ടോ. ഒരു മായാജാലം എന്ന് പറയുന്ന ഒരു മാജിക് ഷോയും ഉണ്ട്. ഈ 3 ഷോകളുടെയും ടൈം വരുന്നത് വൈകുന്നേരമാണ്. 5 മണി, 6 മണി, 7 മണിയൊക്കെയാണ് ടൈമിങ് വരുന്നത്. 300 രൂപയാണ് ഓരോ ഷോകൾക്കും ഒരാൾക്ക് ചാർജ് വരുന്നത്. താല്പര്യമുള്ളവർക്ക് അതൊക്കെയും ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഒരു ഓഫ് റോഡ് ജീപ്പ് സഫാരിയാണ്. അതിനും ടിക്കറ്റ് എടുക്കുന്നത് ഇവിടുന്ന് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. ടിൽ ദെൻ
ഗുഡ് ബൈ.